ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഫോക്ടെയിൽ ഡിസ്കസ് ചെയ്യാം. ദ ടൈഗേഴ്സ് അഡോപ്റ്റഡ് സൺ. ഞാൻ ലൈൻ ബൈ ലൈൻ റീഡ് ചെയ്യുന്നില്ല, പകരം ഞാൻ മലയാളത്തിൽ കഥ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ആ ലൈൻ ബൈ ലൈൻ റീഡ് ചെയ്താൽ മതി. അതുപോലെ ഏതെങ്കിലും ഒരു ഡിഫിക്കൽട്ട് വേർഡോ ഇല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ട് സെൻറ്റൻസ് വന്നു കഴിഞ്ഞാൽ ഞാനത് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് കഥ മനസ്സിലാക്കി പോവാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. വൃദ്ധ ദമ്പതികൾക്ക് കുട്ടികളില്ലായിരുന്നു, അവർക്ക് ഭൂമിയും ഇല്ലായിരുന്നു. അപ്പോൾ അവർക്ക് ഭൂമി ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൃഷി ചെയ്യാനൊരു ഇടമില്ല, അതുപോലെ വളർത്തു മൃഗങ്ങളില്ല. അവർ വളരെ ദരിദ്രരായിരുന്നു. അവർ എല്ലാ ദിവസവും കാട്ടിൽ പോയി വേരുകളും കിഴങ്ങുകളും കുഴിച്ചു തിന്നും. അപ്പം ദേ ഡഗ് റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ് ആൻഡ് എയ്റ്റ് ദം. അപ്പോൾ ഈ ഭക്ഷണം ലഭിക്കുന്നതിന് മറ്റു മാർഗങ്ങളില്ല. അപ്പോൾ എന്താ ചെയ്തത്? അവർ പ്രകൃതിയെ ആശ്രയിക്കുകയാണ്. പ്രകൃതിയിൽ അവർക്ക് കണ്ടെത്താൻ കഴിയുന്നതിനെ അവർ ആശ്രയിക്കണം. അതുപോലെ അവർക്ക് ഭക്ഷണം നേടുക എന്നത് ലളിതമായ ഒരു ജോലിയല്ല. അവിടെ പറയുന്നുണ്ട് ഡഗ് റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് ഡഗ് എന്ന് വെച്ചാൽ കുഴിക്കുക. ഓക്കെ, അപ്പം ഒരു ശാരീരിക അധ്വാനം ഉൾപ്പെടുന്ന ഒരു നിരന്തര പോരാട്ടമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലെ തന്നെ എങ്ങനെയുള്ള ജീവിതമാണ് ഇതിൽ വിവരിക്കുന്നത്? ഒരു എക്സ്ട്രീം പോവേർട്ടി ലെവൽ, ഒരു ദാരിദ്ര്യത്തിൻ്റെ ആ ഒരു ലെവലിലുള്ള ജീവിതമാണ് അവരുടേത്. അതായത് കാട്ടിൽ ഭക്ഷ്യയോഗ്യമായ കാട്ടുസസ്യങ്ങൾ ശേഖരിക്കുന്നതിലൂടെ മാത്രമാണ് അവരുടെ ഉപജീവനം. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അവർ ഇതിനകം പ്രായമായപ്പോൾ ആ സ്ത്രീ ഗർഭിണിയായി. മാസങ്ങൾക്ക് ശേഷം അവർ ട്യൂബർ പാച്ചസിൽ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. അപ്പം ട്യൂബർ പാച്ച് എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥലത്തെ ഇവിടെ സൂചിപ്പിക്കുന്നു. ഇത് ഒരു കാട്ടിലൊരു പ്രദേശമാണ്. അതായത് അവിടെയാണ് അവരുടെ ഏക ഭക്ഷണ സ്രോതസ്സായ വേരുകളും കിഴങ്ങുകളും കുഴിച്ചെടുക്കാൻ പോകുന്നത് അവർ. അപ്പോൾ ട്യൂബർ പാച്ച് എന്നത് സാധാരണയായി കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതായത് ഉരുളക്കിഴങ്ങ്, ചേന അതുപോലെയുള്ള അല്ലെങ്കിൽ അതുപോലുള്ളവ ഉത്പാദിപ്പിക്കുന്ന സസ്യങ്ങൾ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ പ്രദേശത്തെയോ ഇല്ലെങ്കിൽ ഭൂമിയോ ആണ് ഈ ട്യൂബർ പാച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരെവിടെയാണ് കുഞ്ഞിനെ പ്രസവിച്ചത്? ട്യൂബർ പാച്ചിൽ. അവൾ വൃദ്ധനോട് വിളിച്ചു പറഞ്ഞു, കുട്ടി ജനിച്ചു, നമ്മൾ എന്ത് ചെയ്യണം? അയാൾ പറഞ്ഞു, നമുക്ക് കഴിക്കാനൊന്നുമില്ല, വസ്ത്രങ്ങളോ മറ്റൊന്നുമില്ല, ഒരു കുട്ടിയെ എങ്ങനെ പരിപാലിക്കും? അവൾ പറഞ്ഞു, ശരി, നമുക്കവനെ ഇവിടെ ട്യൂബർ പാച്ചസിൽ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് പോകാം, അപ്പോൾ ആരെങ്കിലും അവനെ പരിപാലിക്കും. അവൻ സമ്മതിച്ചു. അവർ അങ്ങനെ ട്യൂബർ പാച്ചിൽ കുഞ്ഞിനെ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് പോയി. കുട്ടി കരയാൻ തുടങ്ങി. കുട്ടി കരയുന്നത് കേട്ട് ഒരു കടുവ ട്യൂബർ പാച്ചിലേക്ക് പോയി. കടുവ കുട്ടിയെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി. അതുപോലെ കടുവ ഫെഡ് ഹിം എന്ന് പറഞ്ഞാൽ ആഹാരം കൊടുക്കുക. അതുപോലെ ബ്രോട്ടപ്പ്, ഫെഡ് ഹിം ആൻഡ് ബ്രോട്ടപ്പ്, അതായത് അവനെ പോറ്റി സ്വന്തം കുഞ്ഞായി വളർത്തി. അതുപോലെ വെൻ ഹി ഗ്രൂ അപ്പ് ദ ടൈഗർ തോട്ട് ഹി വുഡ് ഗോ ആൻഡ് ഗെറ്റ് എ ഗേൾ ഫോർ ഹിം ടു മാരി. അതായത് അവൻ വലുതായപ്പോൾ തൻ്റെ ദത്തുപുത്രന് അനുയോജ്യമായ ഒരു പങ്കാളിയെ കണ്ടെത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് കടുവ ഉത്തരവാദിത്തമുള്ള ഒരു പങ്ക് ഏറ്റെടുക്കുകയാണ്. അപ്പം കടുവ ആൺകുട്ടിയോട് ചോദിക്കുന്നു, ഞാൻ പോയി നിനക്കൊരു പെൺകുട്ടിയെ കൊണ്ടുവരട്ടെ? അപ്പോൾ ആ കുട്ടി പറയുകയാണ്, നിങ്ങളുടെ ഇഷ്ടം പോലെ, ഞാൻ വിവാഹം കഴിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്കൊരു പെൺകുട്ടിയെ കണ്ടെത്തൂ. അപ്പോൾ കടുവ പുറത്തേക്ക് പോയി ഒരു പെൺകുട്ടി വരുന്നതും കാത്തിരുന്ന് അവളെ പിടിച്ചു. ഓൺ ദ വേ ബാക്ക് ഹി കുഡിൻ ഹെൽപ്പ് ടേക്കിംഗ് എ ബൈറ്റ് ഔട്ട് ഓഫ് ഹെർ ഇയർ എന്ന്. അതായത് ആ കടുവയുടെ വൈൽഡ് നേച്ചറാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ ഇരയെ കഴിക്കുന്നത് മൃഗങ്ങൾക്ക് സ്വാഭാവിക, അവരുടെ നേച്ചറാണ്. അപ്പോൾ കടുവയ്ക്ക് തൻ്റെ വൈൽഡ് ഇൻസ്റ്റിങ്സ് കംപ്ലീറ്റ്ലി സപ്രസ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ വരി റെഫർ ചെയ്യുന്നത് ബയോളജിക്കൽ നേച്ചർ ഓഫ് ദ ടൈഗറാണ്. അതാണ് പറയുന്നത്, ഹി കുഡിൻ ഹെൽപ്പ് ടേക്കിംഗ് എ ബൈറ്റ് ഔട്ട് ഓഫ് ഹെർ ഇയർ. കടുവ ആ പെൺകുട്ടിയോടൊപ്പം വീട്ടിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, മകനെ, ഞാൻ നിനക്കൊരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട്, പുറത്തു പോയി അവളെ നോക്കൂ. അവൻ പുറത്തേക്ക് പോയി നോക്കി. അവൾക്ക് ഒരു ചെവിയുടെ ഒരു ഭാഗം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവൻ എന്നിട്ട് കടുവയുടെ അടുത്തേക്ക് തിരിച്ചു ചെന്ന് പറഞ്ഞു, പകുതി ചെവിയുള്ള പെൺകുട്ടിയെ എനിക്ക് വേണ്ട. ഒരു കൈയോ മൂക്കോ ചെവിയോ കടിച്ചതിന് ശേഷം കടുവ അതേ രീതിയിൽ പെൺകുട്ടികളെ കൊണ്ടുവന്നു. ഒടുവിൽ ആൺകുട്ടി പറഞ്ഞു, എനിക്ക് ഒരു നല്ല കേടുപാടുകളില്ലാത്ത ഒരു പെൺകുട്ടിയെ കൊണ്ടുവരും. അങ്ങനെ കടുവ വീണ്ടും പുറപ്പെട്ടു. ഇത്തവണ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു. ഒരു പെൺകുട്ടിയെ അവളുടെ വിവാഹത്തിനിടയിൽ അവൻ പിടിച്ചു. ഗ്രാബ് ചെയ്യുക എന്ന് വെച്ചാൽ പിടിക്കുക. ഓക്കെ, പിടിച്ചു. മുഴുവൻ വിവാഹ പാർട്ടിയെയും ഭയപ്പെടുത്തി. സ്കെയറിങ് ഓഫ് എന്ന് വെച്ചാൽ ഭയപ്പെടുത്തുക. കടുവ അവളെ വളരെ ശ്രദ്ധയോടെ തിരികെ കൊണ്ടുവന്ന് അവന് വിവാഹം കഴിപ്പിച്ചു. അങ്ങനെ ആൺകുട്ടിയും പെൺകുട്ടിയും ഭാര്യ ഭർത്താക്കന്മാരായി സന്തോഷത്തോടെ ജീവിച്ചു.
പിന്നെ ഒരു ദിവസം ഭാര്യ, അതായത് ആ പെൺകുട്ടി പച്ചക്കറികൾ മുറിക്കുകയായിരുന്നു. കത്തി ഉപയോഗിച്ച് അവളുടെ കൈ മുറിഞ്ഞു. അവൾ കുറച്ച് ഇലകൾ ഉപയോഗിച്ച് രക്തം തുടച്ച ശേഷം ആ ഇല വലിച്ചെറിഞ്ഞു. ആ ഇലകൾ മണത്തെറിഞ്ഞ കടുവ അവ പെറുക്കിയെടുത്ത്, അതായത് ആ ഇല പെറുക്കിയെടുത്ത് രക്തം നക്കി എന്നിട്ട് ചിന്തിക്കുകയാണ്, അവയുടെ രക്തം ഇത്ര രുചികരമാണെങ്കിൽ അവയുടെ മാംസം എത്ര രുചികരമായിരിക്കും. ഞാൻ അവരെ കഴിക്കാൻ പോകുന്നു. തിങ്കിങ് ഓൾ ദിസ് എലൗഡ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് തൻ്റെ ചിന്തകളെയും പദ്ധതികളെയും മനസ്സിൽ സൂക്ഷിക്കുന്നതിന് പകരം ഉച്ചത്തിൽ പറഞ്ഞു എന്നാണ് അർത്ഥമാക്കുന്നത്. അല്ലെങ്കിൽ കടുവയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ കടുവയുടെ കണ്ണുകളിലെ നോട്ടം അത് വെളിപ്പെടുത്തിയിട്ടുണ്ടാകാം. പക്ഷേ എങ്ങനെയോ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും തങ്ങളെ പിടികൂടാൻ കടുവ ഉദ്ദേശിച്ചിരിക്കുന്നു എന്ന് മനസ്സിലായി. ആ രാത്രി അവർ ഓടിപ്പോയി. രാവിലെ കടുവ നോക്കിയപ്പോൾ അവർ അവിടെ ഇല്ലെന്ന് കണ്ടു. കടുവ അവരെ തിരഞ്ഞു നടന്നു. അവരുടെ കാൽപ്പാടുകൾ കണ്ടെത്തി അവരെ പിന്തുടർന്നു. അവർ ഒരു മരത്തിൽ കയറി നിശബ്ദമായി നോക്കി. കടുവ അവരുടെ പിന്നാലെ വന്നപ്പോൾ ആൺകുട്ടി കടുവയെ വാളുകൊണ്ട് വെട്ടി കൊന്നു. പിന്നെ അവൻ തൻ്റെ ഭാര്യയുടെ, അതായത് പെൺകുട്ടി എന്ന് പറയുന്നത് ഭാര്യയുടെ ഗ്രാമത്തിലേക്ക് പോയി. അവിടെ അവളുടെ മാതാപിതാക്കളും സഹോദരനും താമസിച്ചിരുന്നു. അവൻ്റെ അമ്മായപ്പനും അമ്മായിയമ്മയും അവരെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷിച്ചു. കടുവ അവരുടെ മകളെ പിടിച്ചുകൊണ്ടുപോയി തിന്നുവെന്ന് അവർ കരുതിയിരുന്നു. ആൺകുട്ടിയും പെൺകുട്ടിയും, അതായത് അവർ രണ്ടുപേരും അന്ന് മുതൽ അവിടെ താമസിച്ചു. അങ്ങനെ കഥ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.